കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ 10 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ പ്രമാണങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ പ്രമാണങ്ങൾ സാറിനോട് പറയും. സാർ അതിന്റെ ഡെഫിനിഷൻ അത് എന്തുകൊണ്ട് അതിലേക്ക് എത്തി എന്നുള്ളത് സാർ പറയും. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ആദ്യ പ്രമാണം ആരോഗ്യമാണ് നിക്ഷേപം. തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യം വേണ്ടേ? ആരോഗ്യമല്ലേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ആരോഗ്യമില്ലാതെ എത്ര പണം സമ്പാദിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നേ. കാരണം നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും ആരോഗ്യം നശിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്തിടെ ജുൻജുൻവാല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്. 50,000 കോടി അസറ്റ് ഉള്ളപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ വെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ എൻ്റെ ഹെൽത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. അല്ല, അങ്ങേരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ആള് നമ്മൾ പിരിഞ്ഞു പോയല്ലോ നമ്മുടെ ഇടയിൽ നിന്ന്. കാരണം ആള് തീരെ ആരോഗ്യം നോക്കിയിരുന്നില്ല എന്ന് എനിക്കൊക്കെ അറിയാമായിരുന്നു. സമയം ആള് ഭയങ്കര ജീനിയസാണ്. ആള് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്നെക്കാളൊക്കെ 10 ഇരട്ടി ജീനിയസാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ രണ്ടാമത്തെ പ്രമാണം കടം വാങ്ങി ആഡംബരം കാണിക്കരുത്. അതും ശരിയല്ല. കാരണം എത്രയോ പേര് ഇങ്ങനെ കടം വാങ്ങിയിട്ട് ഇങ്ങനെ കൂടുതൽ കടത്തിലേക്കൊക്കെ പോയിട്ട് അത്ര ലാഭം ഉണ്ടാക്കാം, അത് അപ്പോൾ ഈ കടം തിരിച്ചടയ്ക്കാം, അല്ലെങ്കിൽ അതായത് കൈവിട്ട കളി എന്നൊക്കെ പറയില്ലേ. ആഡംബരം കാണിച്ചില്ലെങ്കിൽ തന്നെയും കൈവിട്ട കളികൾ കളിക്കും. അതായത് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ സ്വയം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇന്നേ വരെ ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 49 വർഷമായി ബിസിനസ്സിൽ ഒരിക്കലും എനിക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ പ്രമാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലളിതമായി തുടങ്ങുക ബിസിനസ്സിൽ. അത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനെപ്പോഴും ഏത് കാര്യവും ചെറുതായിട്ട് തന്നെയാണ് തുടങ്ങാറുള്ളത്. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം തുടങ്ങിയ കാര്യം അത്ര ചെറുതായിട്ട് തുടങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ചിറ്റിലപ്പള്ളി സ്ക്വയർ അല്ലെങ്കിൽ വികാലൻ ഡെവലപ്പേഴ്സൊക്കെ. അപ്പോൾ പക്ഷെ ആദ്യം ഒരു പ്രോജക്റ്റ് ചെയ്തു നോക്കി, അത് സക്സസ്ഫുള്ളായി. അപ്പോൾ പിന്നെ 2 ചെയ്തു. 2 സക്സസ് ആയപ്പോൾ 4 സക്സസ് ആയപ്പോൾ 8 അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതിനൊന്നും അവർ പിടിപിടുന്നതിന് പണം ഉണ്ടാക്കണം. എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 49 കൊല്ലം എടുത്തത്. ഞാൻ 49 കൊല്ലം എടുത്തു. ഇനി 10 കൽപ്പനകളിൽ അടുത്ത കൽപ്പന സമയം കൃത്യമായി പാലിക്കുക. അത്രമാത്രം സമയക്ലിപ്തത പാലിക്കുന്ന വേറൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ ഇത് പറ്റുന്നു? അല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് മറ്റുള്ളവരുടെ സമയത്തിനും വിലയുണ്ട്. അവരോടൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയം പാലിക്കണം. തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആളും സമയത്തിന് വന്നിരിക്കണം. വന്നിട്ടില്ലെങ്കിൽ ഞാൻ അയാളെ കാണില്ല. അയാൾ 10 മിനിറ്റ് 15 മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നെങ്കിൽ ഞാൻ മനഃപൂർവ്വം അയാളെ കാണില്ല. അടുത്ത കൽപ്പന പരാജയങ്ങളെ ഭയപ്പെടരുത്. ഈ ഇരിക്കുന്ന കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന വ്യക്തി ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ പരാജയങ്ങളെ ഭയപ്പെടരുത്. തീർച്ചയായിട്ടും. അതായത് നമുക്ക് ക്രൈസിസ് സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കില്ല. എല്ലാ സമയവും നല്ലത് മാത്രമായിരിക്കും അല്ല. എല്ലാ സമയവും ലാഭം മാത്രമായിരിക്കും അല്ല. പ്രശ്നങ്ങളുള്ള കാലഘട്ടവും വരും. അതേത് തരത്തിലാണ് കയറി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചങ്കൂറ്റത്തോടെ നേരിട്ട് അവനെ നമ്മൾ തളർന്നു പോയാൽ നമ്മുടെ തലയിൽ കയറിയിരിക്കാൻ 10 പേരുണ്ടാവും. അത് ഒരു വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ. അടുത്ത ഒരു പ്രധാനപ്പെട്ട കൽപ്പന സത്യസന്ധത കൈവിടരുത്. അത് അദ്ദേഹം ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? സത്യസന്ധത എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് കൃത്യമായിട്ട് പറഞ്ഞ ക്വാളിറ്റി അതിനുണ്ടായിരിക്കണം. അപ്പോൾ ആ സ്പെസിഫിക്കേഷൻ അതിനുണ്ടായിരിക്കണം. അതിൻ്റെ ആ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച പാടില്ല. കാരണം ജനം പൈസ തന്നിട്ടല്ലേ നമ്മുടെ ഇന്ന് വാങ്ങിച്ചത്. പിന്നെ അതിന് പിന്നീട് എന്തെങ്കിലും ചില്ലറ കേടുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചു കൊടുക്കേണ്ട ജോലി നമുക്കല്ലേ. ഞാൻ പറയും, 1 കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത് 5 കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ചെറുതായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വല്ല പാർട്സിൻ്റെ വേണമെങ്കിൽ പൈസ വാങ്ങിക്കാം.
അല്ലാതെ നമുക്ക് responsibility ഉണ്ട്. അതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞു, അത് കാരണം കൊണ്ട് നല്ലൊരു എമൗണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കാമെന്ന് വിചാരിച്ചാൽ തെറ്റാണ്. അപ്പോൾ ദാറ്റ് മീൻസ് യു ആർ ക്രിയേറ്റിംഗ് എ അൺഹാപ്പി കസ്റ്റമർ. കാരണം അയാൾ പണം തന്നിട്ടല്ലേ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അതിന് ആ ക്വാളിറ്റി നിലനിർത്തേണ്ടത്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹത്തിന്റെ 10 കൽപ്പനകളിൽ ഒന്നാണ് സ്പെക്കുലേഷൻ ഒഴിവാക്കുക. അത് നമ്മുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ പറയും, അതായത് അതിലാഭം കണ്ടിടത്തുനിന്ന് ഒഴിഞ്ഞോട്ടോ. ഒഴിഞ്ഞോട്ടോ. ഒന്നുമല്ല, അതായത് ആരെങ്കിലും അതിലാഭമുള്ള തരത്തിലുള്ള ഓഫറുമായിട്ട് വന്നാലേ അവൻ എന്തോ തട്ടിപ്പുണ്ട്. അങ്ങനത്തെ എത്രയോ തട്ടിപ്പുകളുടെ കഥകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, എത്രയോ തകർച്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ട് ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അത് അധികം നാൾ നിലനിൽക്കില്ല. സ്പെക്കുലേഷനും സേഫ് അല്ല. കാരണം എത്ര പേരെ കബളിപ്പിക്കാൻ പറ്റും? കുറച്ച് പേരെ കുറച്ച് നാൾ കബളിപ്പിക്കാം, എല്ലാവരെയും എപ്പോഴും പറ്റില്ല. അടുത്ത കൽപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒന്ന് തന്നെയാണ്, സമൂഹത്തിന് തിരിച്ചു നൽകുക, ഗിവ് ബാക്ക്. അല്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തോന്നലുകളാണ്. എനിക്ക് തോന്നിയത് ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയതല്ല, ഇത്രയ്ക്കൊന്നും വലുതാവുന്ന കരുതിയിട്ട് തുടങ്ങിയ ആളല്ല. ഒരുപാട് പേരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും വലുതാവാൻ പറ്റിയത്. ഒരുപാട് പേര് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇത്രയും പണം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പോർഷൻ സമൂഹത്തിന് തിരിച്ച് നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്കൊരു തോന്നൽ. 9ാമത്തെ കൽപ്പന, റിസ്ക് എടുക്കാൻ പഠിക്കുക. റിസ്ക് എടുക്കാതെ പറ്റില്ല. കാരണം നമ്മൾ ഏത് കാര്യം ധാരാളം ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കേ പാടുള്ളൂ. അല്ലാതെ എന്താ പറയുക, ഒരു തരം ഉട്ടോപ്യൻ ആശയങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പണം ഉണ്ടാക്കാമെന്ന് റിസ്ക് എടുത്തിട്ട് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പാവില്ല. റിസ്ക് എടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ നമ്മൾ അത് വിജയിപ്പിക്കാനുള്ള കഠിനാധ്വാനം അതിൻ്റെ പുറകിൽ ഇടാതെയും പറ്റില്ല. 10ാമത്തെ കൽപ്പന എല്ലാവർക്കും എല്ലായ്പ്പോഴും ആവശ്യമുള്ളതാണ്, തുടർച്ചയായ പഠനം. തീർച്ചയായിട്ടും. കാരണം ഏത് വ്യക്തിയാണെങ്കിലും ശരി, ഏത് ഓർഗനൈസേഷനാണെങ്കിലും ശരി, വാട്ട് നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാൻ പറ്റും. അതൊരു പ്രോഡക്റ്റിലാണെങ്കിൽ തന്നെ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത പ്രോഡക്റ്റ് എന്താവാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റ് തന്നെ എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ള അന്വേഷണം, ഗവേഷണം അതിൻ്റെ പുറകിലുണ്ടാവണം. അത്തരത്തിലുള്ളവരല്ലേ വിജയിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പരമ്പരാഗതമായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അത് വേണമെങ്കിൽ വാങ്ങിച്ചോ, അതിനൊരു എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, സാധിക്കില്ല.